ഞാനുണ്ടല്ലോ മാസത്തിലൊരിക്കലാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ റൂം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം നനയ്ക്കാൻ കൊണ്ട് വിരിച്ചിട്ടുണ്ട്. ബെഡിൻ്റെ കവറൊക്കെ ഞാൻ മാസത്തിലൊരിക്കൽ മാത്രമേ വാഷ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴേ ഞാൻ വാഷ് ചെയ്യാറുള്ളൂ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് വിരിച്ചു. പക്ഷേ വിരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ഫാനിലെയും ജനലിലും ഒക്കെ ചിലന്തി വല ഉണ്ടാവുന്നത് തൂത്തിട്ടില്ല, തട്ടിക്കളഞ്ഞില്ല എന്നുള്ളത്. പിന്നെ അത് വിരിക്കാൻ നിന്നില്ല, അതെല്ലാം തട്ടിക്കുടഞ്ഞു. പിന്നെ ഫാനിലെ ചിലന്തി വല കളഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഫാൻ ഇടുന്ന സമയത്ത് അതിലൊരു തുള്ളിയെങ്കിലും ഉണ്ടെങ്കിൽ അത് പറന്ന് നമ്മുടെ ബെഡേ വീഴും. അപ്പോൾ അത് കാരണം ഞാൻ ചിലന്തി വല എല്ലാം തട്ടിയിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാൻ ഇട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ ഞാൻ ബെഡ്ഷീറ്റെല്ലാം വിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വിരിച്ചു. പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് മോൾക്ക് നല്ലൊരു ജോലി ഞാൻ കൊടുത്തിട്ടുണ്ട്. മടക്കി വെക്കാനുള്ള തുണികളെല്ലാം അവൾ മടക്കി വെക്കുകയാണ്. അപ്പോൾ അവൾ ഒരു ഫോൺ എടുത്ത് വെച്ച് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ അവിടെ എല്ലാം തൂത്തു തുടച്ചായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞു കേട്ടോ. പിന്നെ ഈ കതവിൻ്റെ ഇടയിൽ ഗ്യാപ്പ് മാറാൻ വേണ്ടി ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മുടി ചിലന്തി വല എല്ലാം കയറിയിരിക്കും. അപ്പോൾ അതും കൂടി നമ്മൾ